ഹായ് എവരി വൺ, ഗുഡ് ഈവനിങ്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റോസ് ചെടികൾ വാങ്ങാനും മാറ്റി നടാനും റിപ്പോർട്ട് ചെയ്യാനും ഏറ്റവും അനുയോജ്യമായ സമയം ഏതാണെന്നറിയാമോ? റെയിനി സീസണാണ്, വിൻ്റർ സീസണാണ്. അതായത് നമ്മുടെ മഴക്കാലവും തണുപ്പുള്ള സമയമാണ് ഇതിന് ബെസ്റ്റായിട്ടുള്ളത്. ഈ സമയത്ത് അന്തരീക്ഷത്തിൽ നല്ല ഈർപ്പമുള്ളത് കൊണ്ടിട്ട് നമ്മൾ നടുന്ന പ്ലാന്റ് എല്ലാം പെട്ടെന്ന് പിടിക്കും. എല്ലാവർക്കും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് റോസ് നമ്മൾ എത്ര നട്ടാലും റെഡിയായി കിട്ടാറില്ല. എനിക്ക് മുന്നേ ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. റോസ് പ്ലാന്റ്സ് മാക്സിമം ഈ ടൈമിൽ തന്നെ വാങ്ങിക്കാൻ നോക്കുക. വേനൽക്കാലത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ടൈമിലൊക്കെ എന്തെങ്കിലും റൂട്ടിന് ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞാൽ ചെടി നശിച്ചു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. റോസ് പ്ലാന്റ് വാങ്ങി നട്ടിട്ട് ഇതുവരെ സക്സസ് ആവാത്തവരാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. ഈ ഒരു ടൈമിൽ 1-2 പ്ലാന്റ് വാങ്ങിയിട്ട് വെച്ച് നോക്കൂ. നമ്മൾ നഴ്സറിയിൽ നിന്ന് റോസ് വാങ്ങിക്കുമ്പം 2 രീതിയിലാണ് നമ്മൾ വാങ്ങിക്കാറ്. ഒന്ന്, നമുക്ക് 30 രൂപ 40 രൂപയുടെ ചെറിയ കവറിലായിരിക്കും റോസ് പ്ലാന്റ് വരിക. അങ്ങനെ വാങ്ങിക്കും. പിന്നെ വലിയ പോട്ടുകളിൽ അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ഉണ്ടാവും. ഒരു 200-250 റേഞ്ചിലുണ്ടാവുന്ന പ്ലാന്റ്സും ഉണ്ടാവും. ഈ രീതിയിലാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ പോട്ടിൽ വാങ്ങിക്കുന്ന പ്ലാന്റ് ആണെങ്കിൽ അവർ എന്തായാലും പറയും, നിങ്ങൾ ഇങ്ങനെ തന്നെ കൊണ്ടുവച്ചാൽ മതി, ഒന്നും ചെയ്യണ്ടെന്ന് പറയും. നമ്മൾ പോട്ടോടുകൂടെ വാങ്ങുന്നതാണെങ്കിൽ നമുക്കത് മാറ്റാനും തോന്നില്ല, നമ്മളതിനെ അങ്ങനെ തന്നെ കൊണ്ടുവന്ന് വയ്ക്കും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ദിവസം വെള്ളം ഒഴിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഹാർഡാവും. ഞാനിവിടെ ഒരു ക്ലിപ്പ് കാണിക്കാം, നിങ്ങളതൊന്ന് കണ്ടു നോക്കേ. വെള്ളം കൂടിയതാ ഇതുപോലെ പശ പോലെ ഇരിക്കും. ഇനി വെള്ളം കുറഞ്ഞാലോ ഇതുപോലെ കല്ല് പോലെ ആവും. അപ്പോൾ ആ റൂട്ടൊക്കെ ഡാമേജായി പ്ലാന്റ് നശിക്കാൻ തുടങ്ങും. പിന്നെ നമ്മൾ ചെയ്യുന്ന വേറൊരു തെറ്റാണ്, ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗത്തുണ്ടാകുന്ന ആ ഗ്രാഫ്റ്റിംഗ് ടേപ്പില്ലേ, പ്ലാസ്റ്റിക് പോലത്തത്, അതവിടെ തന്നെ വയ്ക്കും. അപ്പോൾ പ്ലാന്റ് വലുതാവുന്നതനുസരിച്ചിട്ട് ആ ഭാഗം നേർത്ത് വരും. അപ്പം ഭാവിയിൽ പ്ലാന്റ് നശിച്ചു പോകും. അപ്പം അതൊരു കാരണമാണ്. നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന മണ്ണ് 3/4 ഭാഗവും എടുത്ത് മാറ്റുക. അതിന് ശേഷം മാത്രം പ്ലാന്റ് നടുക. അടിഭാഗത്തുനിന്ന് കുറച്ച് മണ്ണ് മാറ്റുക, സൈഡിൽ നിന്നും കുറച്ച് മാറ്റുക. വളരെ കുറച്ച് മാത്രം ആ റൂട്ടിൻ്റെ അവിടെ വെച്ചിട്ട് നടുക. ഫുള്ളായിട്ട് മാറ്റാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധയോടെ അങ്ങനെ ചെയ്യുക. വാങ്ങുന്ന സമയത്ത് നമ്മൾ എന്തായാലും പൂക്കളുടെ ഭംഗി കണ്ടിട്ടായിരിക്കും വാങ്ങിക്കുക. അതിനെ റിപ്പോർട്ട് ചെയ്യുന്ന ടൈമിൽ അതിലുള്ള മുട്ടുകളും പൂക്കളും കട്ട് ചെയ്ത് മാറ്റുക. പ്ലാന്റ് നന്നായിട്ട് ഹെൽത്തി ആയതിനു ശേഷം മാത്രം പൂക്കൾ വരാൻ അനുവദിക്കുക. അല്ലെങ്കിൽ ചെടിയുടെ ഗ്രോത്ത് അവിടെ സ്ലോ ആയിട്ട് അതിൻ്റെ എനർജി മുഴുവൻ ആ ഫ്ലവറിലോട്ട് കൊടുക്കും. നമുക്കൊരു 2-3 മന്ത്സ് ഫ്ലവർ ചെയ്യിപ്പിക്കാതെ പ്ലാന്റിനെ ഹെൽത്തി ആയിട്ട് എടുക്കുക. അപ്പം പ്ലാന്റിൻ്റെ തണ്ടുകളും ഇലകളും എല്ലാം നല്ല ഹെൽത്തിയായി കരുത്തുള്ളതായിട്ട് മാറും. അതിനുശേഷം മാത്രം ഫ്ലവർ ചെയ്യിപ്പിക്കുക. ഒരുപാട് വളങ്ങൾ ആവശ്യമുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് റോസ്. മഴ സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഇതുപോലെ ആയിരിക്കും. ഫംഗൽ അറ്റാക്കൊക്കെ ഉണ്ടാവും. അപ്പം വീക്ക്ലി വൺസ് എന്തായാലും ഫംഗിസൈഡ് സ്പ്രേ ചെയ്തിരിക്കണം. പിന്നെ കൊഴിയാനായ ഇലകളും അതുപോലെ മഞ്ഞളിച്ചിരിക്കുന്ന ഇലകൾ, ഫംഗൽ അറ്റാക്കുള്ള ഇലകൾ, ഇതെല്ലാം കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് അതൊരു കാരണവശാലും ചെടിയുടെ അടുത്തൊന്നും ഇടരുത്, കൊണ്ട് കത്തിച്ച് കളയുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.